അപ്പോൾ നമ്മൾ പടിയൂരാണുള്ളത്. പടിയൂർ ഇത് ഈ ഇറത്തിരുന്നാൽ കാണും, നമ്മുടെ മുമ്പിൽ കാണുന്ന പുഴ. ഇവിടെ ഇറത്തിരുന്നാൽ നല്ല വൃത്തിയിൽ കാണും. ഇപ്പോൾ റബ്ബറൊക്കെ വെച്ചുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പുഴക്ക് പോകണമെന്ന് അങ്ങനെ പുഴക്കല്ല പുഴേൻ്റെ സൈഡിൽ നിന്ന് കാണുന്നവർക്ക് കൂട്ടിപ്പോയത്. ഇവരൊക്കെ പോയി, നമ്മളൊക്കെ പോയി. പുഴക്ക് എത്തിയിട്ടില്ല. റോഡ് സൈഡ് എത്തുമ്പോഴത്തേക്ക് തന്നെ ഇവർക്ക് വെയിൽ കൊണ്ടിട്ട് തളർന്ന പോലെ. അപ്പോൾ വന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് കാണുന്നു. ഇതാ തേങ്ങ വെച്ചിട്ട് ഉമ്മാമ ഉമ്രക്ക് വേണ്ടി ഇന്ന് ഉച്ചക്ക് വരുന്നുണ്ട്. എൻ്റെ അമ്മ ഉപ്പാൻ്റെ പേർക്ക് അങ്ങനെ പുഴ കാണാൻ നോക്കണം. പടിയൂർ പുഴ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് പടിയൂർ ഇരട്ടിയിൽ പോകുന്ന റോഡാണ് കേട്ടോ. ഇതാ ഇരട്ടിയിൽ പോകുന്ന റോഡാണ്. അതായത് ഇതിൻ്റെ അപ്പുറം പുഴയാണ്. അപ്പോൾ ഇവൻ്റെ ഉമ്മാമ്മ, അതായത് പിന്നെ എൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ ഉമ്രക്ക് പോയിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇന്ന് ഉച്ചക്കേക്ക് 1:30 2 മണിയാകുമ്പോഴത്തേക്ക് തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തും. അപ്പോൾ നമ്മളിങ്ങനെ വന്നതാണ്, ഇന്നിവിടെ രാവിലെ വന്നതാണ്. അപ്പോൾ നമ്മൾക്കിതാ പടിയൂർ പുഴ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് നോക്കാം, പോയിട്ട് വാ. പക്ഷേ രണ്ടാൾ സൈഡ് കൂട്ട് നടക്കേ. ഇതാണ് ഇരട്ടിയിൽ പോകുന്ന റോഡ്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ എന്താ ആ വീട് കാണാം, ഉപ്പാൻ്റെ വീട് ഇടുന്നൊക്കെ നോക്കിയാൽ കാണാം. അവിടെ ഇറത്തി ഇരുന്നാൽ ഈ പുഴ ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറമുള്ളൊരു പുഴ കാണില്ല. പക്ഷെ ഇപ്പോൾ റബ്ബറെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല. ഇറത്തി ഇരുന്നാൽ നല്ലൊരു വൈബാണ്. പുഴ കാണും. എണീച്ച് വരുമ്പോൾ തന്നെ പുഴയാണ് കാണൽ. ഇതിങ്ങനെ ആയതുകൊണ്ടാണ് കാണാത്തത്. കുറച്ച് പോകണ്ട്. ഇത് അവിടെ അടുത്താണ് പുഴയുടെ എത്തിയതാ. ആ വീട് അവിടെയുണ്ട്. പുഴ നല്ല വൈബുള്ള സ്ഥലമാണ്. ഇതെവിടെയാണ് ഇതാ പുഴ എത്തി. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ കാടെല്ലാം വന്നുകൊണ്ട് അതാണ് പുഴ. ഇതാ ഇപ്പോൾ ഇങ്ങനെ കാടായതുകൊണ്ടാണ് കാണാത്തത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇതാ ഇത് രസമാണ് കാണാൻ. ആ റബ്ബർ കാടുകളിലൂടെയുള്ള ഇടയിലുള്ള പുഴ. അത് നടുക്കോട്ട് ഒഴുകുന്നത് പുഴയാണ് കേട്ടോ. ഇരട്ടി റോഡ് പേട്ടക്കെല്ലാം പോകുന്നത് ഈ വഴിയാണ്. കൂട്ടുപുഴ, ഇരട്ടി, പേട്ട എല്ലാം പോകുന്ന റോഡ്. നമ്മളെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാണ്ട് പോറേ. ഇതിൻ്റെ അടുത്ത പുഴ ഇതാണ് ഈ പുഴ. ഇതിപ്പോൾ കുറച്ച് ഇത് കാടുകളുണ്ട്, അതിൻ്റെ നടുക്ക് വരുന്നതാണ് പുഴ. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതിയത് കാണുന്ന അവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യാം. ഓക്കെ, ഇതാണ് പുഴ. നമുക്കിപ്പോൾ അവിടുത്തെ അടുത്തോട്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം മൊത്തം കാടാണ്. കുട്ടികളും കൂടെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ കാണാൻ വേണ്ടി വന്നിയാണ്. നമ്മൾ ആദ്യമെല്ലാം പോകേണ്ട പുഴയ്ക്ക് ഇപ്പോൾ പോകുന്നില്ല. ഭയങ്കര വെയിൽ. മഴ തീർന്ന്, മഴ എന്ന് പറയുമ്പോൾ മഴയാണ്, വമ്പിച്ച മഴയേനും. മഴ തീർന്ന് നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മളെ ഉപ്പയും മക്കളും എന്ന ചാനൽ നിങ്ങൾ ലൈക്ക് ബെൽ ബട്ടണെല്ലാം വെച്ച് നമ്മളെ ഉപയോഗിക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ഒരാളുടെ വെയിലാണ്. വെയിൽ ഭയങ്കര വെയിലാണ്, പോകാനേ പറ്റൂല. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഫുൾ റബ്ബർ സ്ഥലമാണ്. റബ്ബറിൻ്റെ ഒരു നാടാണ് കേട്ടോ ഇത്. നമ്മൾ നിൽക്കുന്നിടത്ത് റബ്ബർ ഉണ്ട്, എന്നാലും അതിനൊരു പരിമിതി ഉണ്ട്. ഇതാ ഫുൾ റബ്ബറാണ്. വെയിലായതുകൊണ്ട് കുട്ടികൾക്കെല്ലാം പോകാനും മൂടിൽ അനക്കൂല. പിന്നെ അതായത് ഇങ്ങനെ ക്രോസ് ചെയ്താണ് എത്തുന്നത് വീടാണ്. നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ഇവിടുന്ന് നോക്കിയാൽ കാണും ആ പുഴ. ഇതിൻ്റെ ഇടയിൽ കാണുന്നത് ആ വെള്ളം, ആ പുഴയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.